64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ഇന്ന് കൊടിയിറങ്ങും. സമാപന സമ്മേളനം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് മുഖ്യാതിഥി. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇനി 8 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ 985 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 2ാം സ്ഥാനത്ത് 978 പോയിന്റുമായി തൃശൂരും തൊട്ടുപിന്നിൽ 977 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയെ ഒഴിവാക്കിയതിൽ CPM-ൽ ആക്ഷേപം പുകയുന്നു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കുറ്റാരോപിതയായി ദിവ്യയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് കൂടാതെയാണ് ഇപ്പോൾ മഹിളാ അസോസിയേഷന്റെ നടപടി. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്തനംതിട്ടയിലെ നേതാവ് A. പത്മകുമാറിനോടും ദിവ്യയോടും പാർട്ടി രണ്ടുതരം നീതി കാണിച്ചെന്നാണ് ചർച്ച. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വീണ്ടും വിദ്യാർത്ഥികളുടെ സമരം. ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ക്യാമ്പസിനുള്ളിലെ റോഡ് ടാറിംഗ് നടത്തണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ക്ലാസ് തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മതിയായ പഠന സൗകര്യമില്ല. ജില്ലാ ആശുപത്രിയുടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് നിലവിലുള്ളത്. 6 മോഡുലാർ തിയേറ്ററുകളുള്ള കോംപ്ലക്സിന്റെ പണികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കിറ്റ്കോയാണ് പണികൾ നടത്തുന്നത്. ഈ മാസം 23-ന് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ചിലവഴിക്കുക വെറും 2 മണിക്കൂർ മാത്രം. ഇതിനിടെ 2 പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക. ഒരേ വേദിയിൽ തന്നെയാണ് 2 പരിപാടികളും നടക്കുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിലാണ് 23-ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പരിപാടികളും നടക്കുക. റെയിൽവേയും BJPയും സംഘടിപ്പിക്കുന്ന പരിപാടികളിലാണ് മോദി പങ്കെടുക്കുന്നത്. 2002-ലെ വോട്ടർ പട്ടികയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പേരില്ലാത്തതിനെ തുടർന്ന് ഹിയറിംഗിന് ഹാജരായി രത്തൻ യു കേൽക്കർ. ശനിയാഴ്ച രാവിലെ 10ഓടെ കവടിയാർ വില്ലേജ് ഓഫീസിലായിരുന്നു കർണാടക സ്വദേശിയായ കേൽക്കർ ഹിയറിംഗിന് ഹാജരായത്. കേൽക്കറുടെ പേര് SIR പട്ടികയിലില്ല. രക്ഷിതാക്കളും കർണാടകയിലെ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. നിലവിൽ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും 2002-ലെ കേരളത്തിലെ പട്ടികയിലോ കർണാടകയിലെ SIR പട്ടികയിലോ പേരില്ലാത്തതിനാൽ മാപ്പിംഗിന് സാധിച്ചിരുന്നില്ല. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചപ്പോൾ ഇക്കാര്യം CEO രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം പാസ്പോർട്ടിന്റെ പകർപ്പും എന്യൂമറേഷൻ ഫോമിനൊപ്പം നൽകി. ഇതിനു പിന്നാലെ ഹിയറിംഗിന് BLO വഴി ERO നോട്ടീസ് നൽകുകയായിരുന്നു.